രാജമാണിക്യ റിപ്പോർട്ടിൽ പ്രതിസന്ധിയിലായ കർഷകരുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് അഡ്വക്കേറ്റ് സുരീഖ് തോമസ് എംഎൽഎ. കട്ടപ്പന അടക്കം ജില്ലയിൽ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. കർഷകരെയും വ്യാപാരികളെയും ചേർത്ത് നിർത്തുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമം ആരംഭിച്ചുവെന്നും അഡ്വക്കേറ്റ് സുരീഖ് തോമസ് ഇടുക്കി വിഷനോട് പറഞ്ഞു. കട്ടപ്പനയില് അടക്കം നമ്മുടെ ഉപ്പുതറ അടക്കമുള്ള പ്രദേശങ്ങളിലെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കണം. കട്ടപ്പനയിൽ കൊടുത്തിട്ടില്ല. അത് പല പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയെങ്കിലും അതായിട്ടില്ല. പക്ഷേ ഈ ഗവൺമെന്റിന്റെ കാലത്ത് അത് സാധ്യമാകും. അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ട് അപ്പോഴും ഉപ്പുതറ അടക്കം മറ്റ് നമ്മളുടെ പട്ടണങ്ങളിലൊക്കെ കടകൾക്കൊക്കെ പട്ടയം ഇല്ലാത്തതുകൊണ്ട് അതിന് പട്ടയം കൊടുക്കുന്നതിനുള്ള നടപടി ഈ സർക്കാർ സ്വീകരിക്കും. അതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്താനായിട്ട് ഞാനും ഉണ്ടാകും. രാജമാണിക്യം റിപ്പോർട്ടിന്റെ അത് ഇവിടെ ഉപ്പുതറയിൽ തന്നെയല്ല, അത് മറ്റ് ഇപ്പോൾ വണ്ടിപ്പെരിയാറാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ചില പ്രദേശങ്ങൾ അൽപ്പാറയൊക്കെ ആണെങ്കിലും ഇതേ പ്രശ്നം ഉടലെടുത്തിട്ടുണ്ട്. അതിന് നമ്മുടെ ആ ഉടമസ്ഥരുടെ കൈവശമാണ് ആ വസ്തു ഇരിക്കുന്നത്. അത് അവർ പേരി കൂട്ടി കരമടയ്ക്കുകയും അവർക്ക് പലപ്പോഴും കരമടച്ച രസീതിൽ ഒരു ഉപാധി വെച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. കേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രമേ അത് നിരുപാധികം അത് അവർക്ക് അനുഭവിക്കാൻ കഴിയൂ എന്നുള്ള ഒരു നിബന്ധനയും കൂടെ ആ ആളുകളുടെ കർഷകരുടെ പേര് അല്ലെങ്കിൽ ഉടമസ്ഥരുടെ പേര് അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ്. അത് മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് അത് അവർക്ക് പൂർണ്ണമായി അത് അനുഭവിക്കാനുള്ള ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ പട്ടയത്തിൽ അല്ലെങ്കിൽ കരമടച്ച കേസ് ആവശ്യമായ കേസ് പിൻവലിച്ചോ അല്ലെങ്കിൽ വേണ്ട ഭേദഗതി വരുത്തും.